എങ്ങനെ ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ എന്തായാലും നമ്മൾ മാനുവലായിട്ട് തന്നെ അൺലോക്ക് ചെയ്യണം. കമ്പനി നമ്മൾ എടുത്ത് ഫോൺ തരുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അവർ ലോക്കായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ നമ്മൾ മാനുവലായിട്ട് നമ്മുടെ ഫോൺ ഏതാണെങ്കിൽ ആ ഫോണിൻ്റെ മോഡൽ വെച്ചിട്ട് ജസ്റ്റ് ChatGPTൻ്റെ അടുത്തോ ജെമിനിൻ്റെ അടുത്തോ ചോദിച്ചാൽ മതി എങ്ങനെയാണ് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ A to Z കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ എൻ്റെ ഫോൺ ഇത് Redmi K20 Pro ആണ്. ഇതിൽ ഞാൻ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്തിരിക്കുന്നത് ഷവോമിൻ്റെ ഒരു ടൂൾ ഉണ്ട്, MIൻ്റെ അൺലോക്ക് ടൂൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഡിവൈസ് മാറുന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യുന്ന പ്രോസസ്സും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഡിവൈസിൻ്റെ മോഡലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സാംസങ്ങിൻ്റെ ആണെങ്കിൽ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ടൂളുണ്ട്, ഒഡിൻ എന്ന് പറയുന്ന ടൂളുണ്ട്. പിന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ SP ഫ്ലാഷ് ടൂളുണ്ട്. പല പല ടൂളുകളുണ്ട് ഈ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ഫോണിൻ്റെ അൺലോക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ChatGPTൻ്റെ അടുത്തോ ജെമിനിൻ്റെ അടുത്തോ ചോദിച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. സെക്കൻഡ്, നമ്മുടെ ഫോണിൽ ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് ഇതിലിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ആക്കിയിരിക്കുന്നത് ഓറഞ്ച് ഫോക്സ് ആണ്. TWRP ഉണ്ട്, ഓറഞ്ച് ഫോക്സും ഉണ്ട്. അതാണിപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റിക്കവറി, TWRP അല്ലെങ്കിൽ ഓറഞ്ച് ഫോക്സ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ ആയിട്ട് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ വീഡിയോ എൻഡ് വരെ കണ്ടാലാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ A to Z എല്ലാ സ്റ്റെപ്പും പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ റിക്കവറിയിലേക്ക് ബൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. റീസ്റ്റാർട്ട് ടു റിക്കവറിയിലേക്ക് ആയി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഒരു 2-3 സെക്കൻഡ്സ് സമയം കൊണ്ട് റിക്കവറിയിലേക്ക് ഇത് ബൂട്ടായി വരും. റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് കോപ്പി ചെയ്യണം. ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു OTG കണക്ട് ആക്കിയിട്ട് OTG ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിലിപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് Oxygen OS 10 ആണ്. അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നമ്മൾ റിക്കവറിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഡാറ്റയും ഡാൽവി ക്യാഷയും കൂടെ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ആയി കളയണം. എന്നാലേ നമുക്ക് സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഡൗൺലോഡ്സിൽ ക്വിക്ക് ഷെയറിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. സോ ജസ്റ്റ് ആ ഫയൽ സെലക്ട് ചെയ്യുക, സ്വൈപ്പ് ടു ഇൻസ്റ്റാൾ കൊടുക്കുക. അതൊരു ഫ്ലാഷായി വരാനായിട്ട് ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഫ്ലാഷായിട്ട് വരും. ഫ്ലാഷായി കഴിഞ്ഞാലേ ബാക്കി സെറ്റപ്പ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ മോഡലും നിങ്ങളുടെ ഫോണിൽ റൺ ആവുന്ന ആൻഡ്രോയിഡ് വെർഷൻ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബൂട്ട് ലോഡർ എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ Oxygen OS നിലവിലിപ്പം ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോർമാറ്റ് ഡാറ്റ കൊടുക്കണം. യെസ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡാറ്റ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ. എന്നാലാണ് ഫോൺ പ്രോപ്പറായിട്ട് ബൂട്ട് ആകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് റീബൂട്ട് ടു സിസ്റ്റം ആണ് കൊടുക്കേണ്ടത്. ഇതും ഒരു ബൂട്ടായി വരാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഫോൺ പ്രോപ്പറായിട്ട് ബൂട്ടായി വരും. ഇതിലിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് Oxygen OS 10 ആണ്. അത് വർക്കാവുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 10 ഇതിൻ്റെ ബൂട്ടിങ് ആനിമേഷനൊക്കെ ഇങ്ങനെയായിരിക്കും വരിക. സോ ഇപ്പോൾ നമ്മുടെ ഫോൺ പ്രോപ്പറായിട്ട് ബൂട്ടായി വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് റോമിൻ്റെ. സോ ഫൈനലി നമ്മുടെ റോം ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൽ റൺ ആവുന്നത് നമ്മുടെ OnePlus 7 Proയുടെ പോർട്ട് റോമാണിത്. എല്ലാം നൈസായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. Dolby Atmos വന്നിട്ടുണ്ട്. നമുക്ക് OnePlusൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെയാണോ OnePlusൻ്റെ ഫോണിൽ വർക്കാവുക സെയിം അതേ കണക്ക് തന്നെയായിരിക്കും ഇതിലും വർക്കാവുക. ഇതൊരു ഇൻസ്റ്റാളേഷൻ വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ ചെയ്തു തരാം. സോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് DM ചെയ്താൽ മതി. എന്താണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. സോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.
ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ.